നമസ്കാരം. ചടങ്ങുകൾ അലങ്കോലമായതിന്റെ പേരിൽ തിരുവമ്പാടി വിഭാഗം പൂരം നിർത്തിവെച്ചതിന് പിന്നാലെ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമവുമായി സുരേഷ് ഗോപി ആംബുലൻസിൽ വന്നിറങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ പ്രചരിക്കുകയാണ്. മറ്റു വാഹനങ്ങൾക്ക് പ്രവേശനമില്ലാതെ അടച്ചിട്ട മേഖലയിലേക്ക് ആംബുലൻസിൽ സുരേഷ് ഗോപിയെ എത്തിച്ചതിൽ ഗൂഢാലോചനയുണ്ടെന്ന് LDFും UDFും ആരോപണം ഉന്നയിച്ചിരുന്നു. സേവാഭാരതിയുടെ ആംബുലൻസിന്റെ മുൻസീറ്റിൽ ഇരുന്ന് സുരേഷ് ഗോപി വന്നിറങ്ങുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. പൂരം നിലയ്ക്കാതിരിക്കാൻ തിരുവമ്പാടി ദേവസ്വം പ്രതിനിധികളുമായി ചർച്ച നടത്താൻ പൂരം നഗരിയിലേക്ക് ആദ്യമെത്തിയ നേതാക്കളിൽ ഒരാൾ സുരേഷ് ഗോപിയായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം വിശ്രമത്തിലായിരുന്ന സുരേഷ് ഗോപി പൂരത്തിന്റെ മറ്റു ചടങ്ങുകളിലൊന്നും പങ്കെടുത്തിരുന്നില്ല എന്നായിരുന്നു പ്രതിപക്ഷ ആരോപണം. പൂരം നിലച്ച ഉടനെ സുരേഷ് ഗോപിയെ ആംബുലൻസിൽ കയറ്റി എത്തിച്ചത് ദുരൂഹമാണെന്ന് LDF സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാറും UDF സ്ഥാനാർത്ഥിയായിരുന്ന K മുരളീധരനും ആരോപിച്ചിരുന്നു. രോഗികളെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ആംബുലൻസ് മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്തതാണെന്നും ഇവർ പ്രതികരിച്ചിരുന്നു. എന്നാൽ അനാരോഗ്യം മൂലമാണ് ആംബുലൻസ് ഉപയോഗിക്കേണ്ടി വന്നതെന്ന് NDA നേതാക്കൾ വിവാദത്തിന് പിന്നാലെ പ്രതികരിച്ചിരുന്നു. പൂരം അലങ്കോലപ്പെടുത്തിയതിന് പിന്നിലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവന്നേ മതിയാകൂ എന്ന് കോൺഗ്രസും CPI സംസ്ഥാന നേതാക്കളും ഒന്നടങ്കം ആവശ്യപ്പെടുകയാണ്. പൂരത്തെ NDA സ്ഥാനാർത്ഥികളുടെ രാഷ്ട്രീയ വിജയത്തിനുള്ള കരിവാക്കി ഉപയോഗിച്ചു എന്നത് സത്യമാണ്. പൂരം അലങ്കോലപ്പെടുത്തിയതിന്റെ പിന്നിലും അത്തരം ശക്തികളുണ്ട്. ഇക്കാര്യത്തിൽ ദേവസ്വങ്ങളെ പഴിചാരാനില്ല. അന്വേഷണം ഇഴഞ്ഞു നീങ്ങിയെന്നതിൽ സംശയവുമില്ല. 5 മാസമൊന്നും നീട്ടിക്കൊണ്ടു പോകേണ്ടതില്ല എന്നും LDF നേതാക്കളും UDFും ആരോപിച്ചു.